അപ്പോൾ ഇന്ന് നമ്മൾ നനച്ചുളിൻ്റെ കൂടെ തന്നെ റൂം ഫുള്ളായിട്ടൊന്ന് മേക്ക് ഓവർ ചെയ്യാൻ പോവാണ്. അപ്പം നമുക്ക് ഫൈനൽ ലുക്ക് കാണാം. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ നോമ്പിൻ്റെ നനച്ചുളി വീഡിയോ എടുക്കാമെന്ന് കരുതി. അപ്പോൾ ഇന്നൊരു ദിവസം കൊണ്ട് തീരുമെന്ന് എനിക്കറിയില്ല, പക്ഷേ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു വീഡിയോയിൽ ഫുള്ളായിട്ട് കാണാൻ പറ്റും. അപ്പം നോമ്പിനേക്ക് പ്രിപ്പയർ ആവുന്ന മാത്രമല്ല, ഞാൻ ജസ്റ്റ് ഈ ഒരു ഞങ്ങളുടെ ഈ ഇപ്പം താമസിക്കുന്ന ഈ ഒരു റൂമൊക്കെ ഒന്ന് റീഅറേഞ്ച് ചെയ്യുകയും കൂടെ ചെയ്യുന്നുണ്ട്. കുറച്ച് സാധനങ്ങളൊക്കെ എക്സ്ട്രാ വാങ്ങിച്ചിട്ട് ഫുള്ളൊന്ന് അറേഞ്ച് ചെയ്യുന്നുണ്ട് ഒന്നുകൂടെ. അപ്പോൾ അത് മുഴുവനും ഈ വീഡിയോയിൽ കാണാം. അപ്പം നമുക്ക് തുടങ്ങാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് അലക്കിയിടാനുണ്ട്. അപ്പോൾ ഇപ്പം തന്നെ അലക്കിയിട്ടാൽ വൈകുന്നേരം ആകുമ്പോഴേക്കും ഉണങ്ങി കിട്ടും. നല്ല വെയിലും ചൂടൊക്കെ ഉണ്ട് അത്രത്തോളം ഇവിടെ. അപ്പോൾ ഇപ്പം നമുക്ക് ഫസ്റ്റ് അലക്കിയിടാം, എന്നിട്ട് മാളൂട്ടീനെ വിളിക്കാം. അപ്പോൾ പിന്നെ അവളും ഉണ്ടാവും കൂടെ ബാക്കിയുള്ളതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് നമുക്ക് അലക്കിയിടാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ മുസല്ലയും എൻ്റെ മാളൂട്ടീൻ്റെ നിസ്കാരക്കുപ്പായും ഒക്കെ ഒന്ന് അലക്കിയിട്ടുണ്ട്. അപ്പോഴേക്കും മാളൂട്ടി എഴുന്നേറ്റ് വന്ന് അപ്പോൾ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ബാക്കി നോക്കാമെന്ന് കരുതി. ബ്രേക്ക്ഫാസ്റ്റിന് പിന്നെ ഇന്നലെ വാങ്ങിച്ചത് തന്നെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് തൽക്കാലം ഇന്നത് ചൂടാക്കി കഴിച്ചു. ഇന്ന് കുക്ക് ചെയ്യാനും കൂടെ നിന്നിട്ടുണ്ടെങ്കിൽ പണികളൊന്നും പെട്ടെന്ന് തീരില്ല. അങ്ങനെ അലക്കാനുള്ളതൊക്കെ അലക്കിയിട്ടിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇതാണ് ഇപ്പോഴത്തെ റൂമിൻ്റെ അവസ്ഥ. ഇത്രയും അലങ്കോലായി കിടക്കാറില്ല കേട്ടോ. ഇന്നിപ്പോൾ ഫുള്ള് വൃത്തിയാക്കാൻ വേണ്ടി വലിച്ചിട്ടതും കൂടെയാണ്. എന്നാലും എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ ഈ റൂമൊന്ന് മേക്ക് ഓവർ ചെയ്തെടുക്കാൻ പോവാണ്. ഒരു കബോർഡൊക്കെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതൊക്കെ വെക്കുന്നുണ്ട്. അപ്പോൾ ലാസ്റ്റ് ഞാൻ ആ ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ക്ലീനിങ് പരിപാടികളൊക്കെ ചെയ്യാം. കുറേ കുപ്പികളൊക്കെ കാലി ആയിട്ടുള്ളതുണ്ടായിരുന്നു, അതൊക്കെ ഞാൻ കഴുകി വെച്ചിട്ടുണ്ട്. ബാക്കിയെല്ലാം ഞാൻ ഓരോന്ന് തീരുമ്പോൾ അതിനനുസരിച്ചിട്ടാണ് കഴുകാറുള്ളത്. മാളൂട്ടി മുബിക്കാക്കി ഫുള്ള് ജനലും കസാരകളും ഒക്കെ തുടച്ചു തന്ന് ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ എന്നെ. വെയിലാവുന്നതിന് മുമ്പ് പുറത്തുള്ള പണികളൊക്കെ തീർക്കണം എന്ന് കരുതിയതാണ് അലക്കിടലൊക്കെ. പക്ഷെ വെയിലായി അപ്പോഴേക്കും. ഞാനെല്ലാം ഫുള്ള് എടുത്ത് ക്ലീൻ ചെയ്യുന്ന കണ്ടപ്പോൾ മാളൂട്ടി അവളുടെ ടോയ്സും ബാർബീൻ്റെ ഡ്രസ്സും ഒക്കെ അവൾക്ക് അലക്കണം എന്ന് പറഞ്ഞിട്ട് അതൊക്കെ എടുത്ത് ക്ലീൻ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുറേ സാധനങ്ങൾ തുടച്ച് വൃത്തിയാക്കി വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് നനഞ്ഞ തുണിയുണ്ട്, പിന്നെ ഉണങ്ങിയ തുണിയുണ്ട്, അങ്ങനെ തുടച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അല്ലാതെ എല്ലാം ഞാൻ സോപ്പിട്ട് കഴുകി അങ്ങനെയൊന്നും വെക്കല്ല കേട്ടോ. ജസ്റ്റ് നന്നായിട്ട് വൃത്തിയിൽ തുടച്ച് വെക്കാൻ പറ്റുന്നതൊക്കെ അങ്ങനെ തുടച്ച് വെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ കുറച്ചൊക്കെ റീഫിൽ ചെയ്ത് വെക്കാനുള്ളതുണ്ടായിരുന്നു, ഓരോ ബോട്ടിൽസ്, അതൊക്കെ ചെയ്തിട്ടുണ്ട്. മാളൂട്ടീൻ്റെ 10 ദിവസത്തെ സാധനങ്ങളൊക്കെ മാറ്റി തരാൻ കേട്ടോ, അത് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പിന്നെ മാളൂട്ടീൻ്റെ ടോയ്സും 10 ഹൗസൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട്. പിന്നെ ഫ്രിഡ്ജിലേക്ക് കുറേ സാധനങ്ങൾ എടുത്ത് വെക്കാനുണ്ടായിരുന്നു. പിന്നെ ഫ്രിഡ്ജൊന്ന് വൃത്തിയാക്കുകയും ചെയ്യണമായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് അതൊക്കെ ഒന്ന് ചെയ്യാം. വീഡിയോയിൽ ഇങ്ങനെ എല്ലാം സ്പീഡായിട്ട് കാണുമ്പോൾ നല്ല രസമാണ് ക്ലീനിങ് ഒക്കെ. പക്ഷേ ഇതെല്ലാം വലിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ ക്ലീൻ ചെയ്ത് വെക്കുന്നത് വരെ ഒരു സമാധാനം ഉണ്ടാവില്ല. അങ്ങനെ ഫ്രിഡ്ജിലേക്കുള്ളതെല്ലാം വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നനച്ചോളി മാത്രമല്ല, റൂമൊന്ന് മേക്ക് ഓവർ ചെയ്യുന്ന വീഡിയോ കൂടെയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ ഓൺലൈനിൽ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്, നമ്മളെ വീട്ടിലൊക്കെ ഡെക്കറേഷൻ വെക്കാൻ പറ്റിയത്. ഫ്രിഡ്ജിൻ്റെ മുകളിൽ ഞാൻ ഒറിജിനൽ ചെടികൾ തന്നെയാണ് വെച്ചിട്ടുള്ളത്. അല്ലാതെ കുറച്ച് പ്ലാസ്റ്റിക് ചെടികളൊക്കെ വാങ്ങിയിട്ടുണ്ട്, അതൊക്കെ വെക്കുന്നത് ഞാൻ കാണിച്ചു തരാം. അങ്ങനെ മൊത്തത്തിലൊന്ന് അടിച്ചുവാരി തുടച്ചിട്ടുണ്ട്. സാധനങ്ങൾ മാറ്റി തുടച്ചില്ലേന്ന് ചോദിക്കേണ്ട, അതൊക്കെ ഓൾറെഡി തുടച്ച് വെച്ചതാണ് അവിടെ. അപ്പോഴേക്കും എൻ്റെ ഉപ്പച്ചി വന്നിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഇടയിൽ. അങ്ങനെ ഉപ്പച്ചി കുറേ ബേക്കറി ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് മാളൂട്ടിക്ക്. നോമ്പ് തുറക്കുന്ന സമയത്ത് ഞങ്ങൾക്കും കഴിക്കാമെന്ന് വിചാരിക്കും, പക്ഷേ ആ സമയത്ത് നമ്മൾ ഉണ്ടാക്കുന്ന തന്നെ മുഴുവനായിട്ട് കഴിക്കാൻ പറ്റില്ല. ഓൾമോസ്റ്റ് ക്ലീനിങ് ഒക്കെ കഴിയാനായിട്ടുണ്ട്. അപ്പോൾ കിച്ചൺ ഞാൻ മൊത്തത്തിലൊന്ന് വൃത്തിയാക്കിയിട്ട് പാത്രം കഴുകാനുള്ള ലിക്വിഡൊക്കെ ഫിൽ ചെയ്ത് വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്തിട്ടുണ്ട്. പ്ലാസ്റ്റിക്കിൻ്റെ കുറച്ച് ചെടികൾ ഞാൻ വാങ്ങിച്ചു എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അതിലൊരെണ്ണം ഇവിടെയും വെക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് കേട്ടോ. ചോക്കോസ് റീഫിൽ ചെയ്യുന്ന സമയത്ത് മാളൂട്ടി വന്നിട്ട് എടുത്തിട്ട് ഓടുന്നുണ്ടായിരുന്നു. അത് പിന്നെ അവൾക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഈ ചോക്കോസ് ചുമ്മാ കഴിക്കാൻ. അങ്ങനെ മൊത്തത്തിൽ വൃത്തിയാക്കലൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ റൂമിലേക്ക് ഞാൻ വാങ്ങിയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കാനുണ്ട്. കുറച്ച് ചെടികളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്, പ്ലാസ്റ്റിക്കിൻ്റെയാണ് എല്ലാം വാങ്ങിച്ചത്. പിന്നെ കുഞ്ഞു കുഞ്ഞു ഹോം ഡെക്കർ തിങ്സ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഒരെണ്ണം ബാംഗ്ലൂരിൽ നിന്ന് വാങ്ങിച്ചായിരുന്നു കേട്ടോ. പിന്നെ ഞാനൊരു പില്ലോ ഉണ്ടാക്കുന്നുണ്ട് പുതിയ ബെഡ്ഷീറ്റിലേക്ക് മാച്ച് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു ടേബിളിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓൺലൈനിൽ തന്നെ ഒരു ഷീറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് ഒട്ടിക്കാനുള്ള പരിപാടിയിലാണ് ഞാൻ. പക്ഷെ അത് ഒട്ടിക്കുന്ന സമയത്ത് ഫസ്റ്റ് തന്നെ ആകെ കുളമായിപ്പോയി. പിന്നെ രണ്ടാമത് ഞാൻ മുബിക്കാക്കിനെ വിളിച്ചിട്ട് മുബിക്കാക്കിയും കൂടെ ഹെൽപ്പ് ചെയ്തിട്ടാണ് ഒട്ടിച്ചത്. പക്ഷെ ഞങ്ങൾക്കിത് അറിയാത്തതുകൊണ്ടും ഞങ്ങൾ ഫസ്റ്റ് ടൈം ചെയ്യുന്ന ആയതുകൊണ്ടും ആദ്യം ഒട്ടിച്ച ഭാഗത്തൊക്കെ ചെറിയ ചുളിവ് വന്നിട്ടുണ്ട്. പക്ഷെ ലാസ്റ്റ് എത്തിയപ്പോഴേക്കും നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ടായിരുന്നു. ആ ഒരു ലാസ്റ്റ് പോർഷൻ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ടൈലൊക്കെ ഇട്ട പോലെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. ഒരുപാട് സാധനങ്ങളും ചെറിയ സ്പേസും ആയതുകൊണ്ട് എന്നെക്കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞാനത് റീഅറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ റിയൽ പ്ലാന്റ്സ് ഒക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് ഫ്രിഡ്ജിൻ്റെ മുകളിൽ. പിന്നെ ഈ ഒരു ഭാഗത്താണ് മെഷീൻ ഇട്ടിട്ടുള്ളത്. ഇത് ആദ്യം ബെഡ്റൂമിലായിരുന്നു, അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് മാറ്റിയപ്പോൾ തന്നെ ബെഡ്റൂമിൽ നല്ല സൗകര്യമായിട്ടുണ്ട്.
പിന്നെ മാളൂട്ടിൻ്റെ ടോയ്സൊക്കെ നല്ല സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് പകുതി അവൾ തന്നെയാണ് കേട്ടോ ചെയ്തത്. പിന്നെ ഈ ഒരു ഡെസ്കിൽ ആ ഷീറ്റ് ഒട്ടിച്ചപ്പോൾ തന്നെ ഭയങ്കര നീറ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. പിന്നെ ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ചെടികൾ ഈ ഒരു ഭാഗത്തൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ ഗ്രീനൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ കിച്ചണിൽ എല്ലാ ബോട്ടിൽസൊന്നും ഞാൻ എടുത്ത് കഴുകിയിട്ടില്ല. അതിൽ ഓരോ സാധനങ്ങൾ തീരുന്നതിനനുസരിച്ച് ഞാൻ കഴുകി വെക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ മൊത്തത്തിൽ വലിച്ചിട്ട് കഴുകേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ ബാക്കിയുള്ള മസാലകൾ, പൊടികൾ, അരി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇങ്ങനെ അടിയിൽ കബോർഡിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ബെഡ്റൂം കാണാം. ബെഡ്റൂമിൽ പുതിയൊരു കബോർഡ് വന്നിട്ടുള്ളത് കൊണ്ട് എനിക്ക് കുറെ കൂടെ സാധനങ്ങൾ അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റിയിട്ടുണ്ട്. പ്ലാസ്റ്റിക് പ്ലാന്റിൽ ഒരെണ്ണം വാഷ്റൂമിൽ വെച്ചിട്ടുണ്ട്, വാഷ് ബേസിൻ്റെ അടുത്തായിട്ട്. ഇനിയാണ് ഞാൻ റൂം മേക്ക് ഓവർ ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭാഗം, ഈ ഒരു കട്ടിലിൻ്റെ 2 സൈഡിലായിട്ട് കബോർഡ്സ് ഒക്കെ വെച്ചിട്ട് ഒരു സൈഡിൽ ഞാൻ കുറച്ച് വാങ്ങിച്ചിട്ടുള്ള ചെടികളൊക്കെ വെച്ച് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ഏരിയ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇനിയിപ്പോൾ എൻ്റെ പല വീഡിയോസിലും ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് നിങ്ങൾ ഇത് കാണേണ്ടി വരും കേട്ടോ. പിന്നെ ഇതാണ് കേട്ടോ ഞാൻ പുതിയതായിട്ട് വാങ്ങിച്ചിട്ടുള്ള മൊബൈൽ കവർ. എങ്ങനെയുണ്ട്? ഒരു കോഫി തീം മൊബൈൽ കവറാണ്. അപ്പോൾ അങ്ങനെ മൊത്തം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള പില്ലോ ഒക്കെ ഞാൻ ദാ ഇവിടെ വെച്ചിട്ടുണ്ട് കട്ടിലിൽ നടുക്കായിട്ട്. അപ്പോൾ ഈ ഒരു മേക്ക് ഓവർ വീഡിയോ എങ്ങനെയുണ്ടെന്ന് നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യണം. അപ്പോൾ എല്ലാവരും വീഡിയോസ് കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ കമൻറ്റ് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. FBയിലാണ് കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുക. അപ്പോൾ ബൈ ബൈ ഫ്രം മാളൂട്ടീസ് വ്ലോഗ്.